നമസ്കാരം. ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. പിണറായിയുടെ ഭരണം 6 ആണ്ടിലേക്ക് എത്തുമ്പോൾ എല്ലാം ശരിയാക്കുമെന്ന അവരുടെ പരസ്യവാചകത്തിൻ്റെ 2ാം മീനിങ് ആണ് ഇപ്പോൾ നാട്ടിൽ അനർത്ഥമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ നെറുകയിൽ നിന്ന് ലഹരി മാഫിയായുടെ മൊത്ത കച്ചവടക്കാരായ കാപാലികർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെയും ആശ്രിത വാത്സല്യ ദൗർബല്യങ്ങളുടെയും വോട്ട് ബാങ്ക് കടപ്പാടുകളുടെയും പാരമ്യതയിലേക്ക് നീങ്ങുന്ന സർക്കാർ അറിയുന്നില്ലേ? അതോ അറിഞ്ഞ ഭാവം കാണിക്കാത്തതാണോ? എന്തായിരുന്നാലും തലമുറകളെ തകർത്ത് കളയുന്ന നാർക്കോട്ടിക് എന്ന ഡർട്ടി ബിസിനസിൻ്റെ കരാളഹസ്തങ്ങളിൽ അമർന്നിരിക്കുന്ന കേരളത്തിലെ യുവതയെ രക്ഷിക്കാൻ കുടുംബങ്ങളും സമൂഹവും ജാഗ്രത പൂണ്ട് എഴുന്നേൽക്കണമെന്ന മുന്നറിയിപ്പോടെ ഇന്നത്തെ ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. കൃത്യം 1 വർഷം മുമ്പ് പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസംഗത്തിൽ നാർക്കോട്ടിക് ലവ് ജിഹാദ് പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തൻ്റെ ജനത്തോട് വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിലെ ലവ് ജിഹാദും അതിൻ്റെ ചുവട് പിടിച്ച് നാർക്കോട്ടിക് ജിഹാദും അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ ശക്തി പ്രാപിക്കുന്നുണ്ടെന്നും അതിനാൽ ക്രൈസ്തവ സമൂഹം ആലസ്യം വെടിഞ്ഞ് ജാഗ്രതയോടെ ഇരിക്കണമെന്നും മാത്രം പറഞ്ഞപ്പോൾ അയ്യോ വർഗീയത പറയുന്നേ എന്ന് അലറി വിളിച്ച് ഇവിടെ ചിലര് പാലാപിതാവിനെതിരെ ഉറഞ്ഞുതുള്ളുകയുണ്ടായി. ഇടത് വലത് രാഷ്ട്രീയ പാർട്ടിക്കാരും മതേതര സിദ്ധാന്തക്കാരും സാംസ്കാരിക നായകന്മാർ എന്ന് മേനി നടിക്കുന്നവരും അദ്ദേഹത്തിനെതിരെ ഒന്നിച്ചു. എന്നാൽ ബിഷപ്പ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നുവെന്ന് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളിലൂടെ കേരള ജനത ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആയുധമെടുത്ത് മറ്റു മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികൾ ആരും എളുപ്പത്തിൽ തിരിച്ചറിയാത്ത മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത്തരം 2 മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. തീവ്ര നിലപാട് പുലർത്തുന്ന ജിഹാദികൾ നടത്തുന്ന ഐസ്ക്രീം പാർലറുകൾ, മധുരപാനീയ കടകൾ, ഹോട്ടലുകൾ മുതലായവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ അമുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള ആയുധമായി വിവിധ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. കേരള ജനതയുടെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് ദിവസേന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്യന്തം ഹീനമായ ലഹരി മരുന്ന് മാഫിയകളുടെ വാർത്തകൾ വരുന്നത്. കാക്കിയുടെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ട് ലഹരി കച്ചവടം നടത്തിയ ഇടുക്കി AR ക്യാമ്പിലെ ഷാനവാസ് എന്ന പോലീസുകാരൻ മുതൽ തൊടുപുഴയിലെ അക്ഷയ ഷാജി എന്ന 22 വയസ്സുകാരി വരെ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞയാഴ്ച കേരളത്തിൽ മുഴങ്ങിക്കേട്ടത് അക്ഷയ ഷാജി എന്ന ഈ പെൺകുട്ടിയുടെ നിലവിളിയാണ്. തൊടുപുഴയിൽ മാരകമായ മയക്കുമരുന്നുമായി ജിഹാദി കാമുകനൊപ്പം അറസ്റ്റിലായ അക്ഷയയുടെ അലറിക്കരച്ചിൽ. മനസ്സും ശരീരവുമെല്ലാം തകർന്ന് കേവലം ഒരു മനുഷ്യക്കോലം മാത്രമായി തീർന്ന ഒരു യുവതിയുടെ ദുരവസ്ഥയാണിത്. പഠിക്കാൻ സമർത്ഥയായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം മനഃപൂർവ്വം നശിപ്പിച്ചു. കൗമാര ചാബല്യത്തിൻ്റെ പ്രണയക്കണിയിൽ വീണ് ഒടുവിൽ ഊരിപ്പോകാനാകാത്ത അവസ്ഥയിൽ എത്തുമ്പോഴാണ് പഞ്ചാര വാക്കുകളുമായി എത്തിയ കാമുകന്റെ തനിസ്വരൂപം പുറത്തു വരുന്നത്. പിന്നെ ആ പെൺകുട്ടി അവനെ മൂക്കുകയറിട്ട് പിടിച്ച് നടത്തുന്നവരുടെയും ആജ്ഞകൾ അപ്പാടെ അനുസരിക്കാനായി അതിന് ബാധ്യതപ്പെട്ടവളായി മാറുകയാണ്. അത്തരം പെൺകൗമാരങ്ങളുടെ പരമദയനീയമായ നിലവിളിയാണ് അക്ഷയ ഷാജി എന്ന പെൺകുട്ടിയുടെ കണ്ടനാളങ്ങളിലൂടെ പുറത്തേക്ക് വന്നത്. സമൂഹ മനസാക്ഷിയുടെ ഉള്ളുലച്ചുവെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ പോലീസും സർക്കാരും കണ്ടില്ലെന്ന് നടിച്ചാൽ ആ നിസ്സംഗത വരാൻ പോകുന്ന അത്യന്തം ആപൽക്കരമായ അവസ്ഥയിലേക്ക്
കേരളത്തെ തള്ളിവിടുക തന്നെ ചെയ്യും. കല്ലറങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിൽ കേസെടുക്കണം, തുറുങ്കിലടക്കണം എന്നൊക്കെ ആക്രോശിച്ച സാംസ്കാരിക രാഷ്ട്രീയ മതേതരക്കാരെല്ലാം ഇന്ന് നിശബ്ദതയിലാണ്. ഏത് മയക്കുമരുന്ന് റാക്കറ്റുകൾ പിടിക്കപ്പെട്ടാലും ഒരേ സമുദായത്തിൽപ്പെട്ട മുഖ്യപ്രതികളും സഹായികളായി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയ ഒരു യുവതിയും കൂടെ ഉണ്ടാകും. എന്തുകൊണ്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പോലും ഈ സംഘങ്ങളിൽ കാണുന്നില്ല എന്നതിലാണ് തീവ്രവാദികളുടെ അജണ്ട നമ്മൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസം വരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നാർക്കോട്ടിക് കേസുകളുടെ കണക്കെടുത്താൽ പിടിക്കപ്പെടുന്നവരിൽ പതിവ് അനുപാതവും പാറ്റേണും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നതായി കാണാം. പിടിക്കപ്പെടാതെ ഇനിയും സ്വച്ഛസ്ഥൈര്യം വാഴുന്ന എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആണുങ്ങളും പെൺകുട്ടികളാകട്ടെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുമാണെന്നുള്ള വസ്തുത നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. ഇനി നിങ്ങൾ പറയുക, ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പടർന്നു പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പാലാപിതാവിനെതിരെ ചന്ദ്രകാശമിളക്കിയ പുരോഗമന പുണ്യാത്മാക്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത് കേൾക്കാൻ ജനസാമാന്യങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം പാലാപിതാവിൻ്റെ വാക്കുകളുടെ ആഴവും പരപ്പും അല്പം വൈകിയാണെങ്കിലും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് തിരിച്ചറിയുന്ന വോട്ട് ബാങ്ക് ഭയമില്ലാത്ത ചുരുക്കം ചില രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരാശ്വാസമാണ്. മാത്യു കുഴൽനാടൻ MLA നിയമസഭയിലെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്, ഇന്ന് കേരളത്തിലെ ഏത് സമൂഹമാണ് എന്തൂസിയാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളത്? ഞാൻ ചെറുപ്പക്കാരുടെ കാര്യം ആലോചിക്കാം. വിദ്യാസമ്പന്നരായ, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, അല്ലെങ്കിൽ MBA കഴിഞ്ഞ, അല്ലെങ്കിൽ മറ്റ് വിവിധ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അങ്ങ് ഈ നിയമസഭയിൽ പറയണം, ഓൺ ആൻ ആവറേജ് അവർക്ക് എത്ര രൂപയ്ക്കാണ് ഇവിടെ എംപ്ലോയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നു, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒരുപക്ഷെ 10,000 താഴെ എംപ്ലോയ് ചെയ്യുന്നവർ കാണും. ആവറേജ് 10,000 മുതൽ 14,000 രൂപ വരെയാണ് ഇവിടെ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ജോലിയുടെ ഒരു ക്വാളിറ്റി എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗാളിയുടെ വരുമാനം എന്ന് പറയുന്നത് അവനേക്കാളും ഹയറാണ്. ഇതിനൊരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്. ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്താണ്? ചെറുപ്പക്കാര് വരുമാനമുള്ള ജോലി പിന്നെ നോക്കി ഏതാ ഉള്ളതെന്നറിയോ? ഇന്ന് കേരളമാണ് ഈസിയസ്റ്റ് മാർക്കറ്റ്. ഇതിനാണ് ഡ്രഗ്സിന് വളരെ ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റായി കേരളം മാറി. കാരണം എന്താ? കാരിയേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേരെ കിട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വാർത്ത വായിച്ചില്ലേ, പെൺകുട്ടികൾ അടക്കമുള്ളവർ ഇതിന്റെ കാരിയേഴ്സ് ആയിട്ടും ഇതിന്റെ അഡിക്റ്റ് ആയിട്ടും വരുന്നു. ഇതിനൊരു സാമൂഹ്യ വിപത്തിന്റെ സംഗതിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നല്ല എംപ്ലോയ്മെന്റ്, ക്വാളിറ്റി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ചെറുപ്പക്കാർ വഴിതെറ്റി പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അന്തസ്സായി ജീവിക്കാൻ ഇവിടെ നിന്ന് പുറത്തു പോകുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് വരുമ്പോഴാണ് യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അങ്ങനെയുള്ള കാഴ്ച ഇപ്പോൾ സർവ്വസാധാരണമാണ്. സർക്കാർ ജോലി ലഭിക്കാത്തവരും മറ്റേതെങ്കിലും നല്ല വരുമാന മാർഗം ഇല്ലാത്തവരുമായ യുവജനങ്ങളാണ് മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളിലെ ഇരകളും പ്രതികളുമൊക്കെയായി തീരുന്നത്. ഒപ്പം ചതിക്കപ്പെട്ട് പ്രണയക്കുരുക്കുകളിൽ അകപ്പെടുന്ന കുറെ പെൺകുട്ടികൾ. പ്രിയ പൊന്നു പെൺമക്കളെ, നിങ്ങൾ നിതാന്തമായ ജാഗ്രത പുലർത്തി വേണം ജീവിക്കാൻ, ദൈവഭയമുള്ളവരായി ജീവിക്കാനും. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വല വിരിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കണം. മതം വളർത്താൻ വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവർ പറയുന്ന ചക്കര വാക്കുകളോടും അവർ വെച്ച് നീട്ടുന്ന സമ്മാനങ്ങളോടും ഒന്ന് പോടാ എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ ആർജിക്കണം. മാതാപിതാക്കളും അധ്യാപകരും നിതാന്ത ജാഗ്രത പുലർത്തുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം. ഒപ്പം അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവിനെ പോലെ തൻ്റെ ഇടത്തോടെ വൈദികരും കന്യാസ്ത്രീകളും തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ എന്ത് വില കൊടുക്കാനും നിങ്ങൾ തയ്യാറാകണം. മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വിഴിഞ്ഞം സമരത്തെ എതിർക്കുന്ന
രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈ പോസ്റ്റ് ന്യൂസ് സ്കാൻ സമർപ്പിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം മൊത്തം പദ്ധതി തുക 7,525 കോടി രൂപ. ഇതിൽ 75% കേരള സർക്കാരാണ് മുടക്കുന്നത്. എന്നാൽ മുതൽ മുടക്കുന്ന കേരള സർക്കാരിന് 20 വർഷം കഴിയുമ്പോഴാണ് വരുമാനത്തിൻ്റെ 1%, അതായത് 11.71 കോടി രൂപ ലഭിക്കുന്നത്. ഇതിൻ്റെ 40% കേന്ദ്രം മുടക്കിയ പണത്തിന് തിരിച്ചടവായി നൽകുകയും ചെയ്യണം. കേരള സർക്കാരിന് കിട്ടുന്ന തുക 6.95 കോടി രൂപ. 40 വർഷം കഴിയുമ്പോൾ 827 കോടി രൂപ കിട്ടും. ഇതിൻ്റെ 40% കേന്ദ്രത്തിന് കൊടുക്കണം. അപ്പോൾ കേരളം മുടക്കിയ 5000-ൽ പരം കോടി രൂപയുടെ മൂല്യം 10% പലിശ വെച്ച് കൂട്ടുകയാണെങ്കിൽ 2.5 ലക്ഷം കോടിയിലേറെ വരും. ആ മുതൽ മുടക്കിനാണ് തുച്ഛമായ പ്രതിഫലം കിട്ടുന്നത്. പദ്ധതി രേഖയിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി തുറമുഖേതര ആവശ്യത്തിന് 30% ഭൂമി ഉപയോഗിക്കാനും അദാനിക്ക് അവകാശമുണ്ട്. എന്ത് സാമ്പത്തിക ന്യായമാണ് ഈ ഏർപ്പാടിന് പിന്നിലുള്ളത്? അദാനി മാത്രം പങ്കെടുത്ത ടെൻഡറിലെ വ്യവസ്ഥ ന്യായമാണോ അല്ലയോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതിനേക്കാൾ ഉദാരമായ വ്യവസ്ഥയിൽ മറ്റാരെങ്കിലും ഈ പദ്ധതി നടത്താൻ തയ്യാറാണോ എന്ന് എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് ചോദിക്കാൻ കഴിയാത്തത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാകുമ്പോഴാണ് അവിഹിതമായ ഏർപ്പാടുകൾ ഈ കരാറിന് പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നത്. തോമസ് ഐസക്കിൻ്റെ ഈ സംശയം ന്യായമാണെന്ന് ഇപ്പോൾ ജനത്തിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷത്തായതുകൊണ്ട് മുമ്പ് പറഞ്ഞതെല്ലാം മാറ്റിപ്പറയേണ്ട ഗതികേടിലാണ് പാർട്ടി നേതാക്കൾ. ഈ വിഷയത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ വിഴിഞ്ഞം സമരസമിതി കൺവീനർ ജോയി ജെറാൾഡ് നടത്തിയതും സമാനമായ നിരീക്ഷണങ്ങളാണ്. 7,565 കോടി രൂപയാണ് തലസ്ഥാനത്ത് ഈ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കുന്നത്. അതിൽ 67% ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് 848 കോടി എന്താ കൊടുക്കുന്നു, കടമായിട്ടാണ് കൊടുക്കുന്നത്. അത് വീട്ടണം. ബാക്കിയുള്ള ഈ 33% മാത്രമേ അദാനി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നുള്ളൂ. അത് എപ്പോഴാണ് അദാനി വർക്ക് ചെയ്യുന്നത്? ഹാർബർ വർക്ക് പ്രോജക്റ്റ് തീർന്നതിന് ശേഷം അദ്ദേഹം വാങ്ങിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകിയ 332 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വ്യവസായങ്ങളും ജോലികളും ചെയ്യാനുള്ളതിനാണ് ഈ 33%. ഇന്ന് അദാനി പോയിരുന്നാൽ നഷ്ടം അദാനിക്കല്ല, എനിക്കാണ് നഷ്ടം. അതായത് ഈ സംസാരം കേൾക്കുന്ന എല്ലാവർക്കുമാണ് നഷ്ടം. നമ്മുടെ ടാക്സ് പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഈ തീരശോഷണം പറയുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം, ഞാൻ നേരത്തെ ചോദിച്ചത് കാലാവസ്ഥയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ രീതിയിൽ കാലാവസ്ഥ സംഭവിച്ചാൽ എല്ലായിടത്തും ഒരുമിച്ച് സംഭവിക്കണം. അതാണ് അങ്ങനെയാണ്. ഇപ്പൊ ഓഖി വന്നപ്പോഴും എന്താ സംഭവിച്ചത്? എല്ലായിടത്തും കയറി അടിച്ചു. പ്രളയം വന്നപ്പോഴോ എല്ലായിടത്തും പ്രളയമുണ്ടായി, എല്ലാ മേഖലകളിലും പ്രളയമുണ്ടായി. അതുകൊണ്ട് കാലാവസ്ഥ വിഴിഞ്ഞത്തിന് ശേഷം ഇപ്പുറം ഒരു രീതിയിലും വിഴിഞ്ഞത്തിനപ്പുറം വേറെ രീതിയിലും കാലാവസ്ഥ നിൽക്കത്തില്ല. അതിന് പറയണ്ട. അപ്പൊ ഈ എക്സ്പെൻഡിച്ചർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ വർക്ക് ഇപ്പൊ 33% പോലും അല്ലെങ്കിൽ 30% പോലും ആയിട്ടില്ലെന്നേ. 7 വർഷമായി. ഇനി അടുത്ത് ഇതിനെക്കാളും 2 ഇരട്ടിക്ക് കല്ലിടാനുണ്ട്. അപ്പൊ എത്രയായിരിക്കും? ഞാൻ 2020 കല്ലിട്ട് തുടങ്ങിയതാണ്. ഇന്ന് ഇതുവരെ ഒരു 800 മീറ്റർ ആയതേ ഉള്ളൂ. ഇനി 3.1 കിലോമീറ്ററോടെ ചെയ്യാനുണ്ട്. അപ്പൊ അത് എത്ര വർഷം എടുക്കും? ഇനി അത് പോട്ടെ, ഈ പ്രോജക്റ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി വരുമ്പോ ഇത് ഗവൺമെന്റിന്റെ പൈസയാണ്, എന്റെയും നിങ്ങളുടെയൊക്കെ പൈസയാണ് ഇത്. ഇപ്പൊ നമ്മൾ നിർത്തിയാൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 7,500 കോടിക്ക് പകരം നാം ഇതിനോട് അനുബന്ധമായിട്ട് ഒരു 50,000 കോടി രൂപയെങ്കിലും നമ്മൾ ചിലവാക്കണം. ഇനിയെങ്കിലും സർക്കാർ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന തീരശോഷണം എന്ന വിഷയത്തിൽ പഠനം നടത്താനും സത്വര നടപടികളിലേക്ക് കടക്കുവാനും തയ്യാറാകണം. അതിനു പകരം ആസൂത്രിത സമരം, ഗൂഢാലോചന, ബാഹ്യ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് സമരത്തെ അവഗണിക്കാനും അല്ലെങ്കിൽ അമർച്ച ചെയ്യാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല. 2018 കേരളം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയപ്പോൾ
ഓരോ പ്രദേശങ്ങളിലെയും ക്രൈസ്തവ ദേവാലയങ്ങളിലെ വികാരിമാർ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളുടെ ജീവനെ പോലും തൃണവൽഗണിച്ച് തങ്ങൾക്ക് പരിചിതമല്ലാത്ത, പലരും മുൻപൊരിക്കൽ പോലും പോയിട്ടില്ലാത്ത തെക്കൻ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ വള്ളങ്ങൾ ലോറികളിൽ കയറ്റി പുറപ്പെട്ടവരാണവര്. പ്രളയജലം കവിഞ്ഞൊഴുകിയപ്പോൾ വഴിയില്ലാത്ത പുരയിടങ്ങളിലെ വൃക്ഷത്തലപ്പുകൾക്ക് മുകളിലൂടെയും വൻ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഇടയിലൂടെയും കടന്നു ചെന്ന് അവർ 70,000-ഓളം മനുഷ്യജീവനുകളെ രക്ഷിച്ചെടുത്തു. അന്ന് അവരെ കേരളത്തിൻ്റെ സൈന്യമെന്നൊക്കെ വിളിച്ച് വാനോളം പുകഴ്ത്തിയവർ ഇന്ന് അപവാദങ്ങൾ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ജനത്തിൻ്റെ ക്ഷേമവും സുസ്ഥിതിയും ഒന്നും അവർക്ക് പ്രശ്നമല്ല. തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സ്വത്ത് സമ്പാദിച്ചു കൂട്ടാനും ഭാര്യമാർക്കും അടുപ്പക്കാർക്കും ജോലി ഉറപ്പാക്കാനുമുള്ള ശ്രമത്തിലാണ് അവർ. സമരക്കാരെ പുലഭ്യം വിളിക്കുകയും അവർ വിദേശ പണം കൈപ്പറ്റിയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നും പറയുന്നവർ ഒരു കാര്യം ഓർത്താൽ നന്ന്. ആഴക്കടലിലെ കൂറ്റൻ തിരമാലകൾക്കും തിമിംഗലങ്ങൾക്കും മുമ്പിൽ തെല്ലും കൂസാതെ ജീവനെ കരുപ്പിടിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഭയമെന്നൊരു വികാരമില്ല. വൈദിക ശ്രേഷ്ഠന്മാർ സമരത്തിൻ്റെ മുമ്പിൽ നിന്ന് അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രമാണ് സമരം കൈവിട്ട് പോകാതിരിക്കുന്നത്. പക്ഷേ കൈവിട്ട കളിക്ക് അവരെ നിർബന്ധിക്കുന്നതും അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതും ആപൽക്കരമാണ്. അത് ഓർമ്മയിലിരിക്കണം. വീണ്ടും അത്യന്തം വിചിത്രമായ വിധിന്യായങ്ങളുമായി ദില്ലി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു. സമൂഹജീവിയായ മനുഷ്യൻ കാലാകാലങ്ങളായി വെച്ചു പുലർത്തി പോരുന്ന സനാതനമായ ജീവിത മര്യാദകളും രീതികളുമൊക്കെ പലയിടത്തും പുരോഗമനപരമായ ആശയങ്ങൾക്ക് കീഴടങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ധാർമ്മിക നിയമങ്ങൾക്ക് വിരുദ്ധമായ തികച്ചും വിചിത്രമായ വിധിന്യായങ്ങൾ ഇന്ത്യയിലെ ചില കോടതികൾ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്തണമെന്നുള്ള വാദഗതികൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിചിത്രമായ വിധിയുമായി ദില്ലി ഹൈക്കോടതി രംഗത്ത് വന്നത്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെങ്കിലും ധൃതിമതിയായാൽ മതി അവളെ വിവാഹം കഴിച്ചയപ്പിക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അങ്ങേയറ്റം വിചിത്രമായ വിധി പ്രസ്താവിച്ചതിന് പുറമെ ഇത്തരം വിവാഹം നടത്താൻ പെൺകുട്ടിക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളുടെ അനുവാദം പോലും ആവശ്യമില്ലെന്നും ധൃതിമതി ബാലികയാണെങ്കിൽ കൂടി ഭർത്താവിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കാനും കഴിയില്ലെന്നുകൂടെ കോടതി പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് ഒരേ സ്വരത്തിൽ ചോദിച്ചു, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ എന്ത് തോന്നിയവാസമാകാമെന്നാണോ നീതിന്യായ കോടതികൾ പോലും കൽപ്പിക്കുന്നത്? മുസ്ലിം ശരീഅത്തിലെ വ്യക്തി നിയമപ്രകാരം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിലും ധൃതിമതിയായാൽ വിവാഹമാകാമെന്ന് നിയമമുണ്ട്. ആ നിയമത്തെയാണ് ഇവിടെ ഹൈക്കോടതി വിധിയിലൂടെ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് 15 വയസ്സിന് മുകളിലുള്ള മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളുമായി വിവാഹ കരാറിൽ ഏർപ്പെടാൻ യോഗ്യതയുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജസ്റ്റിസ് സിംഗ് ബേദിയുടെ നിരീക്ഷണമുണ്ടായത്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിലെ രേഖകൾ ആധാരമാക്കി നോക്കിയാൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായും പോക്സോ കേസ് അനുസരിച്ച് ആ വിവാഹം കഴിക്കുന്ന പുരുഷനും അതിന് ഒത്താശ ചെയ്യുന്ന മാതാപിതാക്കളും അടക്കം ജയിലിലാകേണ്ടി വരും. അവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാ മതവിഭാഗങ്ങൾക്കും ആ ഒരു കാര്യത്തിൽ നിയമങ്ങൾ ഒരുപോലെ ബാധകമാണ്. എന്നാൽ അപ്പോൾ തന്നെ മുസ്ലിമുകൾക്കാകട്ടെ 10 വയസ്സുകാരിയെയോ 11 വയസ്സുകാരിയെയോ വിവാഹം കഴിക്കാമെന്ന് അവരുടെ മതപ്രത്യയ ശാസ്ത്രങ്ങൾ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് പുതിയ വിധിയുമായി ദില്ലി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ
10ഉം 11ഉം വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ ഋതുമതിയാകാറുണ്ട്. അതായത് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുരുന്നുകൾ. അപ്പോൾ പ്രായപൂർത്തിയായില്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് വിവാഹമാകാമെന്ന ഈ തലതിരിഞ്ഞ വിധിയിലൂടെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലുള്ള ഒരു കിരാത സംസ്കാരത്തിലേക്ക് ഇന്ത്യയും പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. വിവാഹമടക്കമുള്ള മതപരമായ മേൽനോട്ടം ആവശ്യമായി വരുന്ന എല്ലാ ചടങ്ങുകളുടെയും ശൈലിയും രീതിയും അത് മതങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ 2 വ്യക്തികൾ വിവാഹത്തിലൂടെ ഒരു കുടുംബമായി ഈ സമൂഹത്തിലേക്ക് ചേരേണ്ടത് രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെയായിരിക്കണം. പക്വതയെത്താത്ത പ്രായത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും അതിന് നിർബന്ധിക്കപ്പെടുന്നതുമായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ മത നിയമങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നത് രാജ്യത്തിൻ്റെ നിയമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം അസ്ഥിരപ്പെടുത്താൻ പോകുന്നതാണ്. താലിബാനിസ്റ്റുകളുടെ തീവ്ര നയത്തിൽ വിദ്യാഭ്യാസം പോലും ചെയ്യാൻ അനുവാദമില്ലാത്ത പെൺകുട്ടികളുടെ അവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുന്ന മതനിയമങ്ങൾക്ക് കോടതിയുടെ സാധൂകരണം ലഭിക്കുന്നത് അങ്ങേയറ്റം അപലപനീയം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഏകീകൃത സിവിൽ കോഡ് നിയമം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന മുറവിളി ഉയരുന്നതും ഈ കാരണങ്ങളാലാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴിക്ക് ഒരു ചെറിയ തിരുത്ത്. 4000 കോടി കടമെടുത്ത് മുടിഞ്ഞിട്ടാണെങ്കിലും ഓണത്തിന് അടിച്ചു പൊളിക്കണം. പക്ഷേ അത് സർക്കാർ ജീവനക്കാർക്കാണെന്ന് മാത്രം. കർഷകരടക്കമുള്ള ബാക്കിയുള്ളവർ ഈ കടഭാരത്തിൻ്റെ ഇരകളായി ഓണമുണ്ടായാലായി, ഉണ്ടില്ലെങ്കിലായി. ഏതായാലും വറുതിയിലാണെങ്കിലും ഓണം ഉണ്ണാമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് കാൻ ഈ ആഴ്ച ഇവിടെ സമാപിക്കുന്നു.